ഹലോ ഗായ്സ്, ഇന്ന് എനിക്ക് സങ്കടവും സന്തോഷവും ഒരുപോലുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അമ്മമ്മേനെ വിട്ടു പോകാൻ നല്ല സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ പോവാതിരിക്കാൻ പറ്റില്ല, കാരണം പുളിക്കലെത്തിക്കഴിഞ്ഞാൽ ഫംഗ്ഷനൊക്കെ ഉണ്ട്. പിന്നെ പോകാൻ നേരത്തുള്ള ഈ ഉമ്മ മസ്റ്റാണ് കേട്ടോ. സങ്കടാവും എനിക്ക്. ഒരു ഉമ്മ തരുമോ ചേച്ചിക്ക്? ഒരു ഉമ്മ തരുമോ ചേച്ചിക്ക്? സ്വത്തുവിന് എത്ര സങ്കടം ഉണ്ട് ഞങ്ങൾ പോകുന്നതിന്? 3 ഓക്കെ, ഞങ്ങൾ പോണേന് 3 സങ്കടമാണ് കേട്ടുള്ളത്. സങ്കടം കൊണ്ട് കിടക്കാണ് കൈ. ഞാൻ പോവാ. എൻ്റെ കൂടെ വരികയാണ് പറഞ്ഞിട്ട് ഒക്കത്ത് കയറിയിരിക്കുകയാണ്. പോവാട്ടോ, പോവാണേ കേട്ടാ. ബസ് എവിടെ നിർത്തുകയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. സ്റ്റാൻഡിൽ പോയപ്പോൾ പറഞ്ഞു സ്റ്റാൻഡിൽ കൂടെ കോഴിക്കോട് ബസ് പോകില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഈ റോഡ് കുറച്ച് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു, നല്ല തിക്കും തിരക്കും ഒക്കെ ഉള്ള റോഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോഴേ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടേ. റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനും പെട്ടെന്ന് രാമനാട്ടുകര ടു പുത്തനത്താണി എത്താൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. റോഡ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കോട്ടയ്ക്കൽ ആയുർവേദശാല കാണാത്തവരൊക്കെ ഇരുന്ന് കണ്ടോളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയും ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് കേട്ടോ, ഹനാൻ ഷാ. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് രാമനാട്ടുകര എത്തിയിട്ടോ. പിന്നെ അവിടെ ബസ് ഇറങ്ങി അപ്പം തന്നെ ഞങ്ങൾക്ക് പുളിക്കലേക്കുള്ള ബസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിലൊക്കെ കയറി ബസ് സ്റ്റാർട്ടായി തുടങ്ങി. രാമനാട്ടുകര മേൽപ്പാലത്തിൻ്റെ അടിയിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേരുള്ളൊരു ഹോട്ടലും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. റോഡ് സൈഡിലൊക്കെ നല്ല ചുവന്ന കളറിൽ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പുളിക്കലും എത്തി. അങ്ങനെ നമ്മൾ പുളിക്കലെത്തി. ഞാനിപ്പോൾ ആതിരയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള സർപ്രൈസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി മാമൻ്റെ അവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ എന്താ റിയാക്ഷൻ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നല്ല ബെല്ലടിച്ച് നോക്കാം. ആതിര വികാരമില്ലാത്തൊരു കുട്ടിയായതുകൊണ്ട് അവളെ മുഖത്ത് ഒരു ഭാവവും വരില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവളും സർപ്രൈസ്ഡായി, അവളെ കണ്ടപ്പോൾ ഞാനും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു.